സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ നന്ദന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഋഷിയുടെ പ്രേതം ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്, നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനെ മെന്റലി ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നന്ദനാണെങ്കിൽ അത് വിശ്വസിക്കുന്നു. തുടർന്ന് പ്രകാശ് നേരെ പോകുന്നത് ഋഷിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നായിരിക്കും നീ ചിന്തിക്കുന്നുണ്ടാവുക, പക്ഷേ നിന്നോട് ഞാൻ ആ സത്യം പറയാൻ പോവുകയാണ്. ചന്ദ്രോത്ത് വീടിന്റെ ഒരു ശത്രു, നന്ദന്റെയും ദേവികയുടെയും പ്രഭാവതിയുടെയും സിദ്ധാർത്ഥന്റെയും എല്ലാവരുടെയും ശത്രു ആ ഞാൻ നിന്റെ മിത്രമാവാനാണ് ചാൻസ്. പക്ഷേ എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. കാരണം നിന്നിലൂടെയാണ് എൻ്റെ ശത്രുത ഞാൻ പൂർണ്ണമാക്കാനായിട്ട് പോകുന്നത്. മീരയെ കൊന്നതിൻ്റെ കേസിൽ ഞാൻ ജയിലിനകത്തായിരുന്നു. ഞാൻ ജയിലിൽ അനുഭവിച്ചതൊക്കെ തന്നെ ആ നന്ദനും അനുഭവിക്കണം. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അവനാണ്. അതുകൊണ്ട് നീ ഇപ്പം മരിച്ചവനാണ്. നിന്നെ ഞാൻ യഥാർത്ഥത്തിൽ കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ കൊന്നാലും നന്ദൻ തന്നെയായിരിക്കും അതിൻ്റെ പ്രതി. അതുകൊണ്ടേ നമുക്ക് ഈ ഒരു ഗെയിം ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. ഈ സമയം ഋഷി പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവനെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്യണം. അതിനുശേഷം ദേവികയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ തകരല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരിക്കലും സില്ലി ആവരുതെന്ന്. ദേ നോക്ക്, ചേച്ചിയെ കൊണ്ട് എല്ലാത്തിനും സാധിക്കും. ചേച്ചി നന്ദേട്ടനെ കണ്ടുപിടിക്കും. പിന്നെ ഒരു കണക്കിന് നന്ദേട്ടനെ കാണാതായതിൽ ഒരു ഉപകാരമുണ്ടെന്ന് പറയുമ്പോൾ എന്താ ശാരി, അത് ഇപ്പം മനസ്സിലായില്ലേ ആ പ്രഭാവതിയുടെയൊക്കെ സ്വഭാവം? അവർക്ക് നല്ലത് ചെയ്താൽ മാത്രമേ ചേച്ചിയെ സ്നേഹിക്കാനാവൂ, അല്ലെങ്കിൽ ചേച്ചിയെ കുറ്റപ്പെടുത്താൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. പക്ഷെ ചേച്ചിയുടെ നന്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് ശാരികയാണെങ്കിൽ വീണ്ടും ദേവികയ്ക്ക് എനർജി കയറ്റുകയാണ്. അങ്ങനെ ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടാകുന്നു. രജനിയാണെങ്കിൽ മുറ്റടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കമ്പിളി പുതപ്പും പുതച്ചുകൊണ്ട് വരാന്തയിൽ ഒരാൾ കിടക്കുന്നു. രജനി ആ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുകയാണ്. അത് മറ്റാരുമല്ല, പ്രകാശിന്റെ മറ്റൊരു കളിയാണ്. അയാളാണെങ്കിൽ ഒരു പാവത്താനെ പോലെ ആ ഒരു വരാന്തയിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും രജനി ഗിരീഷിനെയൊക്കെ വിളിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ശത്രു പുറത്ത് വന്നിരിക്കുകയാണ്. ഇനി പ്രകാശിന്റെ പുറകെ അന്വേഷണം പോവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.